ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് അനുകൂലമായി മുഖ്യമന്ത്രിക്കെതിരെ പത്തനംതിട്ടയിൽ കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തോട് അനുഭാവപൂർവമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കാത്തത് പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് പിണറായി സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയ ഘട്ടത്തിലാണ് പത്തനംതിട്ട സർക്കാർ ഗസ്റ്റ് ഹൌസിന് സമീപത്ത് വെച്ച മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ചാടി വീണുകൊണ്ട് കരിങ്കൊടി കാണിച്ചത്. എന്തായാലും പ്രവർത്തകരെ നിലവിൽ പോലീസ് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. കൊടുന്നനെയാണ് ഇത്തരത്തിലൊരു കരിങ്കൊടി. പോലീസ് മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് മന്ത്രിയുടെ വാഹനം ഈ ഗസ്റ്റ് ഹൌസിൽ നിന്ന് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിയുന്നതിനിടയിൽ പൊടുന്നനെയാണ് ഈ പ്രവർത്തകർ വാഹനത്തിന് മുമ്പിൽ ചാടി വീണുകൊണ്ട് കരിങ്കൊടി കാണിച്ചത്. 6ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ ആശാ പ്രവർത്തകർക്ക് നീതി ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പത്തനംതിട്ടയിൽ കരിങ്കൊടി കാണിക്കുന്നതെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും പ്രവർത്തകരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലയിൽ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ അതിഥി മന്ദിരത്തിന് മുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഇത്തരത്തിലൊരു കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത്. ഈ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് തൊട്ട് മുന്നിലെത്തി ഇത്തരത്തിലൊരു കരിങ്കൊടി കാണിക്കുന്നത്.